നമ്മുടെ ഇന്ത്യൻ റെയിൽവേ പൊതുവെ ഒരു സംഭവമാണ്. കല്യാണ പാർട്ടിക്ക് മുംബൈയിൽ നിന്നും ഗുവാഹത്തിയിലെത്തണം. ട്രെയിൻ 3 മണിക്കൂർ ലേറ്റ്. വരൻ റെയിൽവേ മന്ത്രിക്ക് ഒരു സന്ദേശം അയച്ചു എക്സിൽ. സാധാരണ പഴി കേൾക്കുന്ന റെയിൽവേ ഇവിടെ വ്യത്യസ്തമായിട്ട് ആക്ട് ചെയ്തു. യാത്രക്കാർക്ക് നൽകുന്ന സേവനങ്ങളുടെ പേരിലാണ് എപ്പോഴും റെയിൽവേ വിവാഹത്തിലാകാറ്. എന്നാൽ ട്രെയിൻ വൈകിയാൽ ഒരു വിവാഹം തന്നെ പാളം തെറ്റുമെന്ന ഘട്ടത്തിൽ പക്ഷേ വേണ്ട വിധത്തിൽ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തതിൻ്റെ പേരിലാണിപ്പോൾ നമ്മുടെ ഇന്ത്യൻ റെയിൽവേ വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുന്നത്. സംഭവം ഞാൻ പറയാം. ചന്ദ്രശേഖർ വാഗ് എന്നയാളാണ് കഥയിലെ നായകൻ. മുംബൈയിൽ നിന്നും ഗുവാഹത്തിയിലേക്ക് ആൾ കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുകയാണ്. ഇദ്ദേഹം ട്രാവൽ ചെയ്യുന്ന ട്രെയിൻ 3-4 മണിക്കൂർ വൈകിയാൽ കണക്റ്റിംഗ് ട്രെയിൻ നഷ്ടമാകുമെന്ന ഘട്ടത്തിലാണ് ഇയാൾ റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ടത്. റെയിൽവേ ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേ മന്ത്രിയായിട്ട്. ഗീതാഞ്ജലി എക്സ്പ്രസ്സിലാണ് മുംബൈയിൽ നിന്ന് ഇയാളും കുടുംബവും ഗുവാഹത്തിയിലേക്ക് യാത്ര ആരംഭിച്ചത്. പക്ഷേ ട്രെയിൻ 3-4 മണിക്കൂർ വൈകി. അപ്പോൾ ആൾക്കാകെ ടെൻഷനായി. വൈകാതെ കൊൽക്കത്തയിലെ ഹൗറ സ്റ്റേഷനിൽ നിന്നുള്ള ഇവർക്കൊരു കണക്റ്റിംഗ് ട്രെയിനായ സാരാഘട്ട് എക്സ്പ്രസ് നഷ്ടമാകുമോ എന്ന പേടിയാണ് ഇയാൾക്കുണ്ടായത്. ഇയാളൊരു കാര്യം ചെയ്തു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സ് എടുത്തിട്ട് ഈ സംഭവത്തിൻ്റെ സ്ഥിതിഗതികളെല്ലാം വിശദീകരിച്ചിട്ട് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനെ മെൻഷൻ ചെയ്തിട്ടൊരു പോസ്റ്റ് ഇട്ടു. അത് അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുകയും ചെയ്തു. തനിക്കൊപ്പം മുതിർന്ന പൗരന്മാരുണ്ട്, അവരൊക്കെ ആകെ പെട്ടിട്ടുള്ളത്. 34 യാത്രക്കാർക്കുള്ള ഒരു ആൾട്ടർനേറ്റീവ് ഗതാഗതം ക്രമീകരിക്കാനുള്ള സംവിധാനമൊന്നും ഇപ്പോൾ ഇല്ല. വിവാഹത്തിന് കൃത്യസമയത്ത് എത്താൻ കഴിയില്ല എന്നൊരു പേടി എനിക്കുണ്ട് എന്നൊക്കെ സൂചിപ്പിച്ചിട്ട് അദ്ദേഹം എക്സിൽ പോസ്റ്റ് ചെയ്തു. ഉടനെ തന്നെ അശ്വിനി വൈഷ്ണവിൻ്റെ പ്രതികരണം വന്നു. ഈസ്റ്റേൺ റെയിൽവേയുടെ ജനറൽ മാനേജറുടെ നിർദ്ദേശപ്രകാരം ഈ ഹൗറയിലെ ഡിവിഷണൽ റെയിൽവേ മാനേജർ, സീനിയർ ഡിവിഷണൽ കൊമേഴ്ഷ്യൽ മാനേജർ എന്നിവരൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരടിപൊളി ഒരു സംഭവം അങ്ങ് ചെയ്തു. സാരാഘട്ട് എക്സ്പ്രസ്സിനെ ഹൗറയിൽ കുറച്ച് നേരം നിർത്തി. അതേസമയം ഗീതാഞ്ജലി എക്സ്പ്രസിൻ്റെ ലോക്കോ പൈലറ്റിനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ട്രെയിൻ യാത്ര വേഗത്തിലാക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ലോക്കോ പൈലറ്റിന് നിർദ്ദേശം കൊടുത്തു. തുടർന്നുള്ള എല്ലാ സ്റ്റേഷനുകളിലേക്കും നിർദ്ദേശം കൊടുത്തു. ഗീതാഞ്ജലി എക്സ്പ്രസ്സിന് കാലതാമസം കൂടാതെ ലക്ഷ്യസ്ഥാനത്തെത്താൻ റെയിൽവേ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു കൊടുത്തു. ഇതിനിടയിൽ ഹൗറയിലെ സ്റ്റേഷൻ ജീവനക്കാരും യാത്രക്കാരെയും അവരുടെ ലഗേജുകളും പ്ലാറ്റ്ഫോം 21 നിന്ന് സാരാഘട്ട് എക്സ്പ്രസ് ഉള്ള പ്ലാറ്റ്ഫോം 9 മാറ്റി കൊടുക്കാൻ അവരും കൂടി. അങ്ങനെ ഈ പറയുന്ന വാഗിൻ്റെ ഫാമിലിയിലെ 34 ആളുകൾക്കും കൃത്യമായിട്ട് ആ കൊൽക്കത്തയിലെത്തി ട്രെയിൻ മാറിക്കയറാനുള്ള എല്ലാ സൗകര്യങ്ങളും ഈ എക്സ് വഴി വന്ന ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ റെയിൽവേ മിനിസ്റ്റർ ചെയ്തു കൊടുത്തു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. ഇത് വെറും ഒരു സേവനമായിരുന്നില്ല, വലിയ കാരുണ്യ പ്രവൃത്തിയായിരുന്നു എന്നാണ് റെയിൽവേ തന്നെ ഈ സംഭവത്തെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഈ ഇടപെടലില്ലായിരുന്നുവെങ്കിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും ജീവിതത്തിൽ പകരം വെക്കാനില്ലാത്ത ഒരു നിമിഷം നഷ്ടമാകുമായിരുന്നു എന്ന് ഇന്ത്യൻ റെയിൽവേയോട് ഞാൻ അങ്ങേയറ്റം നന്ദിയുള്ളവനാണ് എന്നും വാഗ് തൻ്റെ എക്സിൽ പിന്നീട് അദ്ദേഹം കുറിക്കുകയും ചെയ്തു. ആദ്യമായിട്ടായിരിക്കും ഒരാൾ റെയിൽവേക്ക് ഇത്രയധികം നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ടൊരു പോസ്റ്റ് ചെയ്യുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം വളരെ അപൂർവമായിട്ട് മാത്രമേ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ കാണാറുള്ളൂ. ഒരാൾ കല്യാണത്തിന് പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്നു, കല്യാണം തന്നെ മുടങ്ങിപ്പോകാവുന്ന രീതിയിലേക്ക് ട്രെയിൻ ലേറ്റ് ആവുന്നു. അത് ഈ എക്സ് പ്ലാറ്റ്ഫോമിൽ മന്ത്രിക്ക് മെൻഷൻ ചെയ്തിട്ടൊരു പോസ്റ്റ് ഇടുന്നു, മന്ത്രി അത് കാണുന്നു. തുടർന്നുള്ള പിന്നീടൊക്കെ സിനിമയിലൊക്കെ നമ്മൾ കാണുന്നത് പോലത്തെ ഒരു ആക്ട്. എന്തായാലും റെയിൽവേ ഈ ഒരു സംഭവത്തോടു കൂടി സ്റ്റാറായിട്ടുണ്ട്. കുറച്ച് നാളെങ്കിലും അതിൽ പിടിച്ചു നിൽക്കാം എന്ന് തോന്നുന്നു. എന്തായാലും ശങ്കരൻ പിന്നെയും തെങ്ങേ തന്നെ എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് റെയിൽവേ പോകും എന്നതിൽ വലിയ സംശയമൊന്നും വേണ്ട. ഇവിടെ നമുക്ക് കാണാവുന്ന കാര്യങ്ങളാണ്. വരും ദിവസങ്ങളിൽ ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. എന്തായാലും ഈ സംഭവത്തിൽ റെയിൽവേ മന്ത്രിക്കും അതിന് ബന്ധപ്പെട്ട് കൃത്യമായിട്ട് ആക്ട് ചെയ്തിട്ടുള്ള മറ്റു ഉദ്യോഗസ്ഥർക്കൊക്കെ സലാം.